നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 5. ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും വൈക്ഷ്യമബീഹ ലോകേ ഹത്വാർത്ഥ കാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുതിരപ്രതിഗ്ധാൻ. എൻ്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ച് ഉപജീവിക്കുന്നതാകും. ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമായിരിക്കും. വൈദിക നിയമങ്ങൾ അനുസരിച്ച് ദുഷ്കൃത്യം ചെയ്യുന്നവനും വിവേകം നശിച്ചവനുമായ ഗുരുവിനെ ഉപേക്ഷിക്കാം. ഭീഷ്മരും ദ്രോണരും ദുര്യോധനന്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ചു പോയതുകൊണ്ട് അയാളുടെ പക്ഷത്തു ചേരാൻ ബാധ്യസ്ഥരായി. സാമ്പത്തിക പരിഗണനകൾക്ക് വശംവദരായി അവർ അപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഈ സാഹചര്യത്തിൽ അവർ ഗുരുത്വത്തിന്റെ മഹനീയത നഷ്ടപ്പെടുത്തി. എങ്കിലും അവർ ഉന്നതർ തന്നെയാണ്. അവരെ വധിച്ചതിനു ശേഷം നേടുന്ന ഭൗതിക സുഖങ്ങൾ രക്തക്കറ പുരണ്ടവയാണ്. അതുകൊണ്ട് ഗുരുജനങ്ങൾ എന്ന നിലയ്ക്കുള്ള ബഹുമാന്യത അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എങ്കിലും അവർ ഗുരുജനങ്ങളാണെന്നും അവരെ ഹിംസിച്ചിട്ട് നേടുന്ന സുഖഭോഗങ്ങൾ രക്തപങ്കിലങ്ങളാകയാൽ കൊള്ള മുതൽ ആസ്വദിക്കുന്നത് പോലെയാണെന്നും അർജുനന് തോന്നുന്നു. ശ്ലോകം 6. ചൈതദ്വിത്മഹ കദരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാനോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമ സ്തേവസ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. ഒരു പക്ഷേ യുദ്ധത്തിൽ നാം ജയിച്ചേക്കാം, അല്ലെങ്കിൽ അവർ ജയിച്ചേക്കാം. അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ധൃതരാഷ്ട്ര പുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ടെന്തു കാര്യം? എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുൻപാകെ നിൽക്കുന്നു. യുദ്ധം ചെയ്യുക ക്ഷത്രിയരുടെ കടമയാണെന്നറിയാമെങ്കിലും അങ്ങനെ യുദ്ധത്തിനിറങ്ങി അനാവശ്യമായ ഹിംസ ചെയ്യണമോ അതിൽ നിന്ന് പിന്മാറി ഭിക്ഷയാചിച്ച് ഉപജീവിക്കണമോ എന്ന് തീരുമാനിക്കാൻ അർജുനന് കഴിയുന്നില്ല. ശത്രുക്കളെ ജയിക്കാതിരുന്നാൽ തന്റെ ഉപജീവനോപായം ഭിക്ഷാടനം മാത്രമാകും. എന്നാൽ യുദ്ധത്തിൽ ജയിക്കുമെന്നുറപ്പുമില്ല. കാരണം വിജയസാധ്യത ഇരുവശത്തുമുണ്ട്. ന്യായം തങ്ങളുടെ പക്ഷത്താകയാൽ വിജയികളായാൽ തന്നെ ധൃതരാഷ്ട്ര പുത്രന്മാരെല്ലാം പോരിൽ മരിച്ച ശേഷമുള്ള ജീവിതം ദുസ്സഹമായിത്തീരും. ഈ സാഹചര്യത്തിൽ അത് മറ്റൊരു തരത്തിലുള്ള പരാജയവുമാകും. അർജുനൻ ഒരു ഭഗവത് ഭക്തനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനും ധർമ്മിഷ്ഠനും മോക്ഷപ്രാപ്തിക്ക് സർവ്വദാ യോഗ്യനാണെന്നും ഇതിൽ നിന്നും വ്യക്തമാകുന്നു.